ഈ ആയുസ്സിൽ സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്താൽ മാത്രമാണ്. ഓരോ ദിവസത്തിനായും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെ അത് പ്രകാശപൂരിതമായ ദിനമായിരിക്കും, അല്ല എങ്കിൽ മേഘാവൃതമായിരിക്കും. എന്തായിരുന്നാൽ തന്നെയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ സമ്മാനമാണ്. എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. അവിടുന്ന് നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. ജീവസന്ദേശത്തിൻ്റെ വേദപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവവചനത്തെ നമ്മൾ എത്ര ഗൗരവത്തോടെ സമീപിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള ഒരു പ്രധാന ഘടകമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. സ്വന്തം വിവേകത്തിലൂന്നാതെ ദൈവ വഴികളിൽ നടക്കുന്ന ഒരു യൗവനക്കാരൻ്റെ അനുഗ്രഹങ്ങളാണ് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു പിതാവ് തൻ്റെ കുട്ടിക്ക് ജ്ഞാനിയായി വളരുവാൻ നൽകുന്ന ആഹ്വാനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സദൃശവാക്യങ്ങൾ 2-ാം അധ്യായത്തിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി നാം കണ്ടത് ദൈവവചനത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുവാൻ നൽകുന്ന ആഹ്വാനമാണ്. ഇനിയും ഇന്ന് 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യൗവനക്കാരൻ്റെ കാൽവെപ്പുകൾ ഇപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടിയ കാൽവെപ്പുകളാണ് എന്ന് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ സ്വന്തം ഭവനം വിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതെ, യാഥാർത്ഥ്യവുമായി അവൻ കണ്ടുമുട്ടുന്ന രംഗത്തെത്തിയിരിക്കുകയാണ്. അവന് നൽകിയിരിക്കുന്ന ഉപദേശം എന്തെന്നാൽ അവൻ്റെ കാൽവെപ്പുകൾ ദൈവവചനപ്രകാരമായിരിക്കണം എന്നത്രേ. ഇത് എത്ര പ്രധാനപ്പെട്ട സംഗതിയാകുന്നു എന്നോർക്കണം. ഈ സദൃശവാക്യ പുസ്തകത്തിൽ നല്ല ഉപദേശങ്ങൾ നാം കാണുന്നു. ആശ്ചര്യകരവും മനോഹരവുമായ ഉപദേശങ്ങൾ. ജ്ഞാനം ഇവിടെ ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജ്ഞാനം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവുമായി ദൃഷ്ടാന്തീഭവിക്കപ്പെട്ടിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് വായിക്കുന്നു. ഇവിടെ ഈ യുവാവിന് വാസ്തവത്തിൽ ക്രിസ്തുവിനെ ആവശ്യമായിരിക്കുന്നു. ഈ യുവാവ് ദൈവത്തിൻ്റെ കൽപ്പന ചെവിക്കൊള്ളണം എന്ന് പറയുന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ഞാൻ 1-ാം വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 3-1. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. ഇതും മകനെ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. മകനോടുള്ള ഉപദേശം. നാം ഇവിടെ യഹൂദ പശ്ചാത്തലത്തിലാകുന്നു എന്നോർക്കണം. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് മാത്രമല്ല, ഇതിന് ഇന്നും നമുക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് താനും. നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ രസകരമായൊരു പ്രസ്താവനയായി തോന്നുന്നില്ലേ? ഉത്തരവാദിത്വത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറെയാകുന്നു ഇത്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഇത് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അതും ഇതും ചെയ്യുന്നതല്ല, അതൊരു ഉത്തരവാദിത്വത്തിൽ കൂടുതലാണ്. ദൈവ പൈതൽ എന്ന ആ കാര്യം ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ കൂടുതലാണ്. ദൈവേഷ്ടത്തിനായി സ്നേഹപൂർവ്വം താഴ്ത്തി ഏൽപ്പിക്കുന്ന മനോഭാവമാണത്. നിർബന്ധത്താലല്ല, സ്നേഹം കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യേണ്ടത്. 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ്. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് നാം വായിക്കുന്നത് എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം.
യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വച്ചിരുന്നു. ഹൃദയത്തിൽ അങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ്. കർത്താവായ യേശു തനിക്കുള്ളവരോട് ആ മാളിക മുറിയിൽ വെച്ച് സംസാരിച്ചത് എങ്ങനെയാകുന്നു എന്ന് ഓർക്കുക. അവിടുന്ന് വളരെ ആർദ്രതയോടെ അടുത്ത് വ്യക്തിപരമായി മനോഹരമായി അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവൻ അവരോട് പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പ്രിയ സുഹൃത്തേ, താങ്കൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കൾ അവനെ സ്നേഹിക്കുന്ന പക്ഷം അവിടുന്ന് താങ്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് എന്തെങ്കിലും ജോലി ചെയ്തു തീർക്കുന്നതാകാതിരിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. നാം ചെയ്യുന്നതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. വിശുദ്ധ പത്രോസ് ഇത് മനസ്സിലാക്കി. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എത്ര ഭയങ്കരമായിപ്പോയി. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ഗലീലിയ കടൽപ്പുറത്ത് ഒരു പ്രാതലൊരുക്കി. പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, പത്രോസേ, എന്നെ തള്ളിപ്പറയുക വഴി നീ എന്താണ് അർത്ഥമാക്കിയത്? കർത്താവ് അവനോട് അങ്ങനെ ചോദിച്ചോ? അതാണോ കർത്താവ് പറഞ്ഞത്? ഒരിക്കലുമല്ല. കർത്താവ് ചോദിച്ചത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നത്രേ. പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ സ്നേഹിക്കുന്ന പക്ഷം ആയത് ജീവിതത്തെ കൂടുതൽ പ്രകാശമാനവും സമ്പന്നവും മനോഹരവുമാക്കി തീർക്കും. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ സംഗതി. ഇനി 3-ാമത്തെ വാക്യം, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ദയ സ്നേഹത്തോടു കൂടിയതാകുന്നു എന്നോർക്കണം. സ്നേഹത്തോടു കൂടിയ കരുണ. ന്യായപ്രമാണം മോശയാൽ നൽകപ്പെട്ടതാണ്, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തുവിനാൽ വന്നു എന്ന് നാം വായിക്കുന്നു. എന്താണ് സ്നേഹത്തോടു കൂടിയ കരുണ? അത് കൃപയാകുന്നു. കരുണയേക്കാൾ ഏറെയാകുന്നു നാം ഈ കൃപയെ കാണുന്നത്. നാം ചോദിക്കുന്നതിനേക്കാൾ ഏറെ നൽകുന്ന ദൈവകൃപ, നാം അർഹിക്കുന്നതിനേക്കാൾ ഏറെ ചൊരിയുന്ന ദയ. ഇവിടെ പറയുന്നു, അവ നിന്നെ വിട്ടുപോകരുത് എന്നാണ് ശലോമോൻ പറയുന്നത്. അവയെ കഴുത്തിൽ കെട്ടണം, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതണം. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. എത്ര ആശ്ചര്യകരമാണിത്! അടുത്ത 2 വാക്യങ്ങൾ വളരെ പരിചിതങ്ങളാണ്. ഞാനൊന്ന് വായിക്കാം. 5-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഈ വാക്യങ്ങൾ വളരെയേറെ ചൊല്ലിക്കേൾക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ അർത്ഥം അറിയാതെയാണ് പലരും ചൊല്ലുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കുകയും ദൈവകൽപ്പന ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു യൗവനക്കാരനോട് പറയുന്ന വാക്യങ്ങളാണ് ഇവ എന്നോർക്കണം. പൗലോസ് അപ്പോസ്തലൻ തിമത്യോസിന് എഴുതിയത് ഇപ്രകാരമാണ്. 2 തിമത്യോസ് 2:15, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവവചനം പഠിച്ച് അവിടുത്തെ ദയയെക്കുറിച്ച് മനസ്സിലാക്കി അവിടുത്തെ കൃപയും സത്യവും അറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എന്ന്. ഒരു നിമിഷം നിന്ന് നമുക്കതൊന്ന് നോക്കാം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ ഭോഷനാകുന്നു എന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് ഇത് എന്ന് നോക്കിക്കാട്ടെ. സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന ഭോഷനായ മനുഷ്യൻ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അത് എത്ര മഹത്വകരമാണെന്ന് ഓർക്കണം. ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തെ എത്ര ശോഭനമാക്കുമെന്നറിയാമോ? ജീവിതം ആനന്ദകരമാക്കുന്ന മഹത്തായ അനുഭവമാണത് ദൈവത്തിലുള്ള ആശ്രയം. നമ്മൾ ഈ വെപ്രാളപ്പെട്ടത് കൊണ്ട് എന്ത് സാധിക്കാനാണ്? കർത്താവാണ് നമ്മെ ഈ ജീവിതത്തിൽ മുൻപോട്ട് നടത്തുന്നത്.
ഓരോ ദിവസത്തിനായും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെ അത് പ്രകാശപൂരിതമായ ദിനമായിരിക്കും, അല്ലെങ്കിൽ മേഘാവൃതമായിരിക്കും. എന്തായിരുന്നാൽ തന്നെയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക. അവിടുന്ന് നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അതൊരു ആശ്ചര്യകരമായ കാര്യമാണല്ലേ. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു പ്രത്യേക വഴിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ വന്നു ചേരുന്നത് എത്ര ആശ്ചര്യകരമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശമാകും. നിങ്ങളുടെ ജീവിതം മുഴുവൻ ആ സമയത്ത് പ്രകാശമായിരിക്കും. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച് പതറി നിൽക്കുന്ന ദൈവപൈതലെ, കർത്താവിൽ ആശ്രയിച്ച് കാൽ മുൻപോട്ട് വയ്ക്കുക. അവിടുന്ന് താങ്കളെ ശരിയായ പാതയിൽ നടത്തുവാൻ മതിയായവനാണ്. താങ്കൾ ദൈവഹിതത്തിലാകുന്നു എന്ന് ഉറപ്പാക്കണം. ദൈവവചനപ്രകാരമാകുന്നു മുൻപോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവവചനം അംഗീകരിക്കാത്തതും അനുവദിക്കാത്തതുമായ വഴികളിലൂടെ മുൻപോട്ട് പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. യഹോവയിൽ ആശ്രയിക്കുക. 7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. എത്ര വാസ്തവമല്ലേ. യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന്, ആരോഗ്യം മെച്ചപ്പെടുമെന്ന്. നിങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതാണ് കർത്താവിൽ വിശ്രാമം കണ്ടെത്തുന്നത്. പലപ്പോഴും നാം ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ കാരണം, പല രോഗങ്ങളും വരുത്തി വെക്കുന്നതിൻ്റെ കാരണം വളരെയധികം ആശങ്കപ്പെട്ട് ഭാരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ വഴികളിലൂടെ മുൻപോട്ട് പോകുന്നതല്ലേ. പലരും ചോദിക്കാറുണ്ട്, ഭക്ഷണം വളരെ കഴിച്ചിട്ട് എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? മനപ്രയാസം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നാം പ്രയാസപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും നേടുമോ? ഈ ശരീരം ക്ഷീണിപ്പിക്കുന്നതല്ലാതെ, അൾസർ ഉണ്ടാക്കി വെക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടുവാൻ കഴിയുമോ? യഹോവയിൽ ആശ്രയിക്കുക. അവനെ ആശ്രയിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ കുളിർമയ്ക്ക് കാരണമാകും, സന്തോഷത്തിന് കാരണമാകും. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്ന് നാം വായിച്ചു. പൗലോസ് അപ്പോസ്തലൻ യുവാവായ തിമത്തിയോസിന് ഉപദേശിച്ചത് 2 തിമത്തിയോസ് 2:19 നാം വായിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ. ഇത് താങ്കളെ പാപത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകും. അതെ, താങ്കളുടെ ഭൗമിക ജീവിതത്തെ മാത്രമല്ല, ആത്മീയ ജീവിതത്തെയും കാർന്നു തിന്നുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തും. പലപ്പോഴും യഹോവയെ ഭയമില്ലാത്തതിനാൽ നാം ചെന്ന് ചാടുന്ന അബദ്ധങ്ങൾക്ക് കണക്കില്ല. ആരോഗ്യത്തിന് ആവശ്യമായ ഈ മരുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. വളരെ സൂക്ഷ്മതയോടെ നാം ഇത് പ്രതിദിനം കഴിക്കുകയും വേണം. ക്രമമായി കഴിക്കണം. അതെ, യഹോവയിലുള്ള ആശ്രയം. 9-10 വാക്യങ്ങളിൽ, യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഇത് പൂർണ്ണമായ നമ്മുടെ സമർപ്പണത്തെ പ്രതിനിധീകരിക്കുന്നു. കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകുമ്പോൾ പറഞ്ഞതായ ആ വാക്കുകൾ നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാകും. അവൻ പറഞ്ഞു, ദേശം എനിക്കുള്ളത്, ഞാനിത് നിനക്ക് നൽകുകയാണ്. ഇസ്രായേൽ ഒരു ദശാംശം കൊണ്ടുവരേണ്ടിയിരുന്നു. കൊയ്ത്ത് കാലത്തിൻ്റെ ആരംഭത്തിൽ അവൻ ആദ്യഫലം കൊണ്ടുവന്നു. ദൈവം അതിൻ്റെ എല്ലാം ഉടമസ്ഥനാകുന്നു എന്ന് അംഗീകരിക്കുന്നതിനായിട്ടായിരുന്നു അത്. പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അത്. നിങ്ങളുടെ പണപ്പെട്ടി കർത്താവിനായി സമർപ്പിക്കുന്നത് വരെ നിങ്ങൾ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാകുമോ എന്ന് തോന്നുന്നില്ല. അതിൽ യാതൊരു പരമാർത്ഥവും കാണില്ല എന്നെനിക്കിങ്ങ് തോന്നുകയാണ്. പേഴ്സ് കൊടുക്കാതെ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, അവഹേളനമാണ്. വാസ്തവത്തിൽ ദൈവം നിങ്ങൾക്ക് സകലവും നൽകി. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ വളരെ പരിശ്രമിച്ച് ഇതൊക്കെ നേടിയതാകുന്നു എന്ന്. എന്നാൽ പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് തന്നതാരാണ്?
ധനമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ തന്നതാരാണ്? അതേ പ്രിയ സുഹൃത്തെ, ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത്. നമ്മുടെ സമപ്രായക്കാർ എത്ര പേർ ഇതൊന്നും നേടാതെ നശിക്കുന്നു, ആരോഗ്യമില്ലാതെ ദൈനംദിനം ഭാരപ്പെടുന്നു. എന്നാൽ ദൈവം താങ്കൾക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുക, അവനെ അംഗീകരിക്കുക. അതത്രേ പൂർണ്ണമായ സമർപ്പണത്തിന് തെളിവ്. ദൈവത്തെ എല്ലാ കാര്യങ്ങൾക്കും മഹത്വപ്പെടുത്തുക. വീണ്ടും പറയട്ടെ, ശരിയായ ആത്മീയത എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നീളമല്ല, പിന്നെയോ നിങ്ങൾക്കുള്ള വകകൾ ദൈവത്തിനായി കൊടുക്കുന്നതിൻ്റെ അളവാണ്. അല്ലാത്തവർ വെറും പൊള്ളയായ വാക്കുകൾ ഉരുവിടുകയാണെന്ന് മറക്കരുത്. ആത്മികതയുടെ അളവുകോൽ ഇങ്ങനെയാണെന്ന് താങ്കൾ അറിഞ്ഞിരുന്നില്ലല്ലേ? പള്ളിയിൽ പോവുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ ആത്മീയരായി എന്ന് കരുതുന്ന കുടുസായ ചിന്താഗതി വളരെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, ഏറ്റവും അധികം സംസാരിക്കുന്നവൻ ആകുന്നു ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് എന്നത്രേ. എന്നാൽ നാം വായിച്ചത്, യഹോവയെ തൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുന്നവരും ദൈവവും അങ്ങനെയുള്ളവരെ മാനിക്കും. ഇത് അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയട്ടെ. 11-12 വാക്യങ്ങൾ. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷികയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താങ്കൾ ദൈവ പൈതലാകുന്ന പക്ഷം ദൈവം താങ്കളെ ശിക്ഷിക്കും. ദൈവം പിശാചിൻ്റെ മക്കളെ അടിക്കുന്നില്ല, ഈ കാര്യം പ്രത്യേകം ഓർത്തോണം. എന്നാൽ അവൻ തീർച്ചയായും തൻ്റെ സ്വന്തമായവരെ ശിക്ഷിക്കുന്നു. താങ്കൾ അവനുള്ളവനാകുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ഇയ്യോബ് 5:17-18 വാക്യങ്ങളിൽ, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ശാസന എന്നാൽ ശിക്ഷയല്ല. പലപ്പോഴും ഇത് തമ്മിൽ നാം കുഴയ്ക്കാറുണ്ട്. കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടതുണ്ട്, അതേസമയം കുട്ടിയെ തിരുത്തുകയാണ് വേണ്ടത്. ശാസിക്കുക എന്നാൽ തിരുത്തുകയാണ്, ശിക്ഷണത്തിൽ കൊണ്ടുവരിക. തൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവം ചെയ്യുന്നത് അതാണ്. ജ്ഞാനം പ്രാപിക്കുന്നതിലെ സന്തോഷമാകുന്നു തുടർന്ന് നാം കാണുന്നത് 13 വാക്യം, 3 അധ്യായത്തിൻ്റെ 13 വാക്യം ശ്രദ്ധിച്ചാട്ടെ. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന മനുഷ്യൻ സന്തോഷവാനായിരിക്കും. നമ്മുടെ ഈ കാലത്ത് അവനാണ് ജ്ഞാനം, അവനെ പ്രാപിക്കുന്നവൻ ഭാഗ്യവാനാണ്. 14 വാക്യത്തിൽ, അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. ജ്ഞാനത്തിന് ഒരു സ്കൂൾ ഉള്ളതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. 15-16 വാക്യങ്ങളിൽ, അത് മുത്തുകളിലും വിലയേറിയത്, നിൻ്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. അതിൻ്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ ദൈവത്തെ സേവിച്ചവർക്ക് ദൈവം ദീർഘായുസ് വാഗ്ദാനം ചെയ്തതായി നാം വായിക്കുന്നു. 17-18 വാക്യങ്ങളിൽ കാണുന്നത്, അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവവചനം ഗ്രഹിക്കുവാൻ നാം സമയം ചെലവഴിച്ച് പഠിക്കുകയും പ്രത്യേകം പരിശ്രമം കഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാസീനരുടെ മനസ്സിന് പരിശുദ്ധാത്മാവ് ദൈവവചനം തുറന്നു കൊടുക്കുകയില്ല. പിന്നെയോ ദൈവേഷ്ടവും ദൈവവചനവും അറിയുവാൻ ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് അവനത് നൽകുന്നു. ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്തെന്നാൽ, അനേകം ആളുകളും ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനായി യാതൊരു ത്യാഗവും ചെയ്യുന്നില്ല എന്നതാണ്. ഭക്തി നിർഭരമായ ജൽപ്പനം കൊണ്ടും അഭിനയം കൊണ്ടും അനേകരും തങ്ങളുടെ ഉദാസീനതയെ മറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയ്ക്കിന്ന് യാതൊരു ഉപാധിയുമില്ല എന്ന് ഓർത്തുകൊള്ളണം. അറിവ് വേണമെങ്കിൽ അധ്വാനിക്കണം എന്നത് സത്യം തന്നെ. എന്നാൽ ജ്ഞാനത്തിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളാണ്, അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. 19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞ് പൊഴിക്കുന്നു. വളരെയേറെ ക്രമീകൃതമായൊരു പ്രപഞ്ചത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്.
ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുകയും അതിലെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്നത്രേ. അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുമില്ല. അങ്ങനെ യാദൃച്ഛികമായി ഉണ്ടായി വന്നതാകുന്നു എങ്കിൽ എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്? മനുഷ്യർ ചിന്തിക്കുന്നത് തങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത്രേ. എന്നാൽ അവൻ ചെയ്യുന്നത് ദൈവമുണ്ടാക്കിയ നിയമങ്ങൾ കണ്ടുപിടിക്കുക മാത്രമാണ്. ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടായി വന്നതാകുന്നു എങ്കിൽ ഇത് ഇത്ര ക്രമീകൃതമായി ഉണ്ടായി വന്നതെങ്ങനെയാണ്? ദൈവം എല്ലാം ക്രമീകരിച്ചതിനാൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. ദൈവത്തിൻ്റെ ബുദ്ധിശക്തി നാം ഗ്രഹിക്കണം. നാം അവിടുത്തെ വഴിയിൽ കൂടുതൽ അറിവും കൂടുതൽ ബുദ്ധിയും കാണിച്ചിരുന്നെങ്കിലെന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ദൈവഭക്തിയിൽ വളരുന്നു എങ്കിൽ മാത്രമേ ജ്ഞാനികളായി വളരുവാൻ നമുക്ക് സാധിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവവചനം ക്രമമായി പഠിച്ചെന്നാൽ താങ്കൾക്കും അത് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര മനോഹരമായ വാക്യങ്ങളാണല്ലേ? യഹോവയിൽ ആശ്രയിക്കുക, യഹോവയുടെ വചനം പഠിക്കുക, യഹോവയുടെ വചനം അനുസരിക്കുക, ജ്ഞാനം പ്രാപിക്കുക. ഒരു ചെറിയ ആയുസ് അത് പാഴാക്കി കളയുവാനുള്ളതല്ല, പ്രയോജനപ്പെടുത്തുവാനുള്ളതാണ്. ഫലപ്രദമായി മുൻപോട്ട് പോകുവാൻ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്കത് സാധിക്കും. ദൈവവചനത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് നാം അത് പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ജ്ഞാനികളായി ജീവിപ്പാൻ, ഏറ്റവും അധികം ഫലകരമായി ജീവിപ്പാൻ അവൻ നമ്മെ സഹായിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി വിഭാഗിച്ചു തരുന്നതിനായി സ്തോത്രം. ഇന്ന് ജ്ഞാനത്തെക്കുറിച്ച് ശലോമോൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഗ്രഹിച്ച കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഗൗരവമായി പഠിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും നിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി, സമൂഹങ്ങളായി, സഭകളായി ഞങ്ങൾ ഓരോരുത്തരും ജ്ഞാനം പ്രാപിച്ചവരായി മുൻപോട്ട് പോകാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും അതുപോലെ തന്നെ ദുഃഖിതർക്ക് സന്തോഷവും നൽകുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധത്തോടെ മുൻപോട്ട് പോകുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. വളരെ ചിട്ടയോടുകൂടെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെ തന്നെയാകുന്നു. ദൈവ വഴികളിൽ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നു. അത് അസ്വാതന്ത്ര്യമല്ല, അത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം അതിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായി ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനുഗ്രഹ സമൃദ്ധമായ ഒരു ജീവിതത്തിനു വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം.